പുതിയ കാലഘട്ടങ്ങളിലെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ, അതായത് സാങ്കല്പിക കഥാപാത്രങ്ങളിലേക്ക് വെച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കഥാപാത്രമാണ് ക്രേറ്റോസ് എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പോൾ ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്ന ഗെയിം കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഈ ക്യാരക്ടറിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു വീഡിയോ ഒരു കഥ കേൾക്കുന്നത് പോലെ കണ്ടുകൊള്ളുക. കാരണം അങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഗ്രീക്ക് മിത്തോളജിയും നോർസ് മിത്തോളജിയും എല്ലാം മിക്സ് ചെയ്തൊക്കെയാണ് വരുന്നത്. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെയാണ്. ക്യാരക്ടർ അനാലിസിസ് ചെയ്യാനായിട്ട് ക്രേറ്റോസിനെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു സാങ്കല്പിക കഥാപാത്രം എന്നതിലുപരി ഈ കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സമയം കളയാതെ നമുക്ക് ഈ ക്യാരക്ടർ അനാലിസിസ് എപ്പിസോഡിൽ ക്രേറ്റോസിനെ കുറിച്ച് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ക്രേറ്റോസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരുപക്ഷെ ഒരു മനുഷ്യന് കടന്നു പോകാൻ സാധ്യതയുള്ള ഇമോഷൻസിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോവുകയും അതിന് രണ്ട് രീതിയിൽ നോക്കിക്കണ്ട ഒരു കഥാപാത്രവും കൂടെയാണ്. അതാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈ ഒരു കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പുരാതന ഗ്രീസിനെ അടിസ്ഥാനമാക്കിയാണ് ഗോഡ് ഓഫ് വാറിലെ ക്രേറ്റോസ് എന്ന ഈ കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീസിലെ സ്പാർട്ടയിലാണ് ക്രേറ്റോസിൻ്റെ ജനനം. സ്പാർട്ടയെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ധീരത, ഒന്നിനു മുന്നിലും കീഴടങ്ങാത്ത മനോഭാവം, ഇതെല്ലാം, അതുപോലെ ശാരീരിക ക്ഷമത, ഇതെല്ലാം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് സ്പാർട്ട. അവിടെയുള്ള എല്ലാ ആളുകൾക്കും അപാര ധൈര്യമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സ്പാർട്ടയിൽ കാലിസ്റ്റോ എന്നൊരു സ്ത്രീക്കാണ് ക്രേറ്റോസ് ജനിച്ചത്. ക്രേറ്റോസിന് ഒരു സഹോദരനും ഉണ്ടായിരുന്നു, ഡീമോസ്. ഈ പേര് ശ്രദ്ധിച്ചോ, ഡീമോസ്, ക്രേറ്റോസ്. ഈ രണ്ട് പേരിനും വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, ഡെമോക്രസി. ഈ ഡെമോക്രസിയുടെ ഉത്ഭവം എങ്ങനെയാണെന്നറിയോ? ഗ്രീക്ക് വാക്കായിട്ടുള്ള ഡെമോക്രേഷ്യയിൽ നിന്നാണ്. ഇനി ഗ്രീക്കുകാർ ഈ ഡെമോക്രേഷ്യ എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഉണ്ടാക്കി? അതിനെക്കുറിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇങ്ങനെയാണ്. രണ്ട് ഗ്രീക്ക് വാക്കുകൾ, ആ രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേർത്ത് വെച്ചാണ് ഇവർ ഡെമോക്രേഷ്യ എന്ന പദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഗ്രീക്ക് വാക്കുകൾ എന്നറിയോ? ഡീമോസ്, ക്രേറ്റോസ്. നമ്മുടെ ഈ കഥാപാത്രത്തിലെ നായകൻ്റെയും നായകൻ്റെ സഹോദരൻ്റെയും പേര് ഡീമോസ്, ക്രേറ്റോസ്. ഡീമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങൾ, ക്രേറ്റോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി. ഏകദേശം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രധാന കഥാപാത്രമായ ക്രേറ്റോസ് ശക്തിയുടെ ഒരു പ്രതിരൂപം തന്നെയായിരുന്നു. കാരണം ചെറുപ്പക്കാലം മുതലേ ക്രേറ്റോസ് അസാമാന്യ ശക്തിയും അതുപോലെ തന്നെ അസാമാന്യ വിൽപ്പവറും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ക്രേറ്റോസിനും ഡീമോസിനും അവരുടെ അച്ഛൻ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ക്രേറ്റോസും ഡീമോസും ചെറുപ്പകാലഘട്ടങ്ങൾ മുതൽ തന്നെ സ്പാർട്ടൻസിൻ്റെ നിർബന്ധമായും പരിശീലിച്ചിരിക്കണമെന്ന് പറയുന്ന അഗോഗി ട്രെയിനിങ് എടുത്തു തുടങ്ങി. അതായത് ഒരു ബാലൻ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞതിന് ശേഷം ആ സമയം മുതൽ അവൻ്റെ 30 വയസ്സ് വരെ അഗോഗി ട്രെയിനിങ് നിർബന്ധമായും എടുത്തിരിക്കണമെന്നുള്ളത് സ്പാർട്ടയിലെ നിയമമാണ്. ആ അഗോഗി ട്രെയിനിങ് ക്രേറ്റോസും ഡീമോസും എടുത്തു തുടങ്ങി. ഈ ട്രെയിനിങ്ങിൽ എപ്പോഴൊക്കെ ഡീമോസ് തളരുന്നുവോ അപ്പോഴൊക്കെ ക്രേറ്റോസ് ഡീമോസിനെ മോട്ടിവേറ്റ് ചെയ്ത് എണീപ്പിക്കുമായിരുന്നു. ക്രേറ്റോസ് തളർന്നു വീണാലും അയാളത് മുഖത്ത് കാണിക്കാറില്ല. അയാളുടെ അസാമാന്യ വിൽ പവർ കൊണ്ട്, ഇല്ല ഞാൻ തളരത്തില്ല എന്ന അയാളുടെ വിൽ പവർ കൊണ്ട് അയാൾ ചാടി എഴുന്നേക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ ഇവരെ ഈ ഒരു അഗോഗി ട്രെയിനിങ് സെൻറ്ററിൽ ഇവർ ഫേമസ് ആയി, ഈ രണ്ട് സഹോദരന്മാർ. ഇതിനിടെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇവരുടെ കൂടെ ട്രെയിൻ ചെയ്യുന്ന ഒരു സഹപാഠി ആ സഹപാഠിയെ കാണാതാവുകയും ആ സഹപാഠിയെ അന്വേഷിച്ച് ഈ രണ്ട് സഹോദരന്മാർ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ യാത്രക്കിടയിൽ ഇവർ ഒരുപാട് ഗ്രീക്ക് മിത്തോളജിയിൽ പറയപ്പെടുന്ന ഒരുപാട് ജീവികളുമായിട്ടൊക്കെ പോരടിക്കുന്നുണ്ട്. അതായത് ഈ സൈക്ലോപ്സ്, കോട്ടേറോസ്, അങ്ങനത്തെ മിത്തോളജിക്കൽ ജീവികളുണ്ടല്ലോ, അവയൊക്കെ ആയിട്ട് ഇവർ പോരാടുന്നുണ്ട്. അങ്ങനെ ഇവരവരുടെ കൂട്ടുകാരനെ തേടിപ്പോകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇവരുടെ കൂട്ടുകാരനായ വാസിലസ്, ഈ പുള്ളിക്കാരൻ മരിച്ചിരിക്കുന്നു. എന്നാൽ മരണപ്പെട്ട കൂട്ടുകാരനെ അവിടെ ഉപേക്ഷിക്കാൻ ഇവർ രണ്ടുപേരും തയ്യാറില്ലായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ ബ്രദർഹുഡ്, ഉത്തരവാദിത്വ ബോധം, ഇതെല്ലാം ക്രേറ്റോസിനും സഹോദരനും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൂട്ടുകാരൻ്റെ ശവശരീരം അവർ തിരിച്ച് സ്പാർട്ടയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു യാത്ര, ക്രേറ്റോസ് എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവിൻ്റെ മനസ്സിൽ ഉത്തരവാദിത്വ ബോധം, ബ്രദർഹുഡ്, അതുപോലെ തന്നെ ഒന്നിനു മുന്നിലും കീഴ്പ്പെടാതിരിക്കുക എന്നുള്ള ഈ വക കാര്യങ്ങളെല്ലാം ആഴ്ന്നിറങ്ങുകയായിരുന്നു ക്രേറ്റോസിൻ്റെ ഹൃദയത്തിലേക്ക്. പിന്നീടുള്ള ക്രേറ്റോസിൻ്റെയും ഡീമോസിൻ്റെയും ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഏതൊരു സാഹചര്യത്തിലും ഇതിനൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്കുള്ള ട്രെയിനിങ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഭവം ഒളിമ്പിയൻ ദൈവങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഈ ഒളിമ്പിയൻ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ ദൈവങ്ങളാണ്. അതായത് സ്യൂസ്, ഹെറ, പൊസൈഡൻ, ഏറീസ്, അഥീന,
അപ്പോളോ, ആഫ്രഡൈറ്റി, ഇങ്ങനൊരു ലിസ്റ്റുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം എന്ന് പറയുമ്പോൾ അഥീനയാണ്. അഥീന എന്ന് പറയുമ്പോൾ ഗോഡസ് ഓഫ് വിസ്ഡം, ബുദ്ധിയുടെയും അറിവിൻ്റെയും ധീരതയുടെയും ഒക്കെ ദേവതയാണ് അഥീന. ഇപ്പോൾ നമ്മൾ ഗ്രീക്ക് മിത്തോളജി ബേസ് ചെയ്തിട്ടുള്ള എന്ത് കഥ എടുത്താലും, ഒഡീസി, അതിലൊക്കെ അഥീനയ്ക്കൊരു മേജർ റോൾ ഉണ്ടാവും. അപ്പോൾ അഥീന അത്രയും പ്രാധാന്യമുള്ളൊരു ദേവതയാണ്. ഈ ഒരു ഗ്രീക്ക് ദേവതകളുടെ രാജാവായി പറയപ്പെടുന്നത് സ്യൂസിനെയാണ്. ഇടിമിന്നലിൻ്റെയും മഴയുടെയും ഒക്കെ ദേവനാണ് സ്യൂസ്. അപ്പോൾ ആ സ്യൂസാണ് ഗ്രീക്ക് ദേവതകളുടെ രാജാവ്. അപ്പോൾ ഈ ഗ്രീക്ക് ദേവതകളെല്ലാവരും താമസിക്കുന്നത് ഒളിമ്പസ് എന്ന് പറയുന്ന ഒരു മലയ്ക്ക് മുകളിലാണ്, ഒരു പർവ്വതത്തിന് മുകളിലാണെന്നാണ് പറയപ്പെടുന്നത് വിശ്വാസപ്രകാരം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒളിമ്പിയൻ ഗോഡ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒളിമ്പിയൻ ഗോഡ്സിനിടയിൽ ഒരു പ്രൊഫസി, ഒരു പ്രവചനം ഉണ്ടാവുകയാണ്. അതായത് ഒളിമ്പിയൻ ദൈവങ്ങൾക്കും ഒളിമ്പസിനും വിനാശം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു യോദ്ധാവ്, അടയാളപ്പെട്ട ഒരു യോദ്ധാവ്, അടയാളപ്പെടുത്തിയ ഒരു യോദ്ധാവ് ഗ്രീസിൽ, സ്പാർട്ടയിൽ ജനിച്ചിട്ടുണ്ട് എന്നൊരു പ്രൊഫസി ഉണ്ടായി, പ്രവചനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികം ഗ്രീക്ക് ദേവതകളുടെ രാജാവായ സ്യൂസ് പറഞ്ഞു, ആ ഒരു മാർക്ക്ഡ് വാറിയർ, ആ ഒരു അടയാളപ്പെട്ട യോദ്ധാവ് ആരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് ഇപ്പം തന്നെ എന്താ പറയുക, അവനെ പൂട്ടിയിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനായി ചുമതലപ്പെടുത്തിയേക്കുന്നത് സ്യൂസിൻ്റെ മക്കളായിട്ടുള്ള എയ്റീസിനെയും അഥീനേനെയുമാണ്. അങ്ങനെ എയ്റീസും അഥീനയും കൂടെ സ്പാർട്ടയിലേക്ക് എത്തിയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടുപിടിക്കാനായിട്ട്. ക്രേറ്റോസിൻ്റെ സഹോദരനായിട്ടുള്ള ഡീമോസിന് ജനിച്ച സമയം മുതലേ തന്നെ ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ദേഹം മുഴുവൻ ഒരു ബർത്ത് മാർക്ക് ഉണ്ട്. ആ ബർത്ത് മാർക്ക് കണ്ടപ്പോൾ എയ്റീസിന് ഉറപ്പായി ഈ പുള്ളിക്കാരനാണ് മാർക്ക്ഡ് യോദ്ധാവ്. അങ്ങനെ ആ സഹോദരനെ അഥീനയും എയ്റീസും കൂടെ പിടിച്ചു കിട്ടും. ഈ സമയത്ത് തൻ്റെ സഹോദരനെ എയ്റീസും അഥീനയും കൂടെ പിടിച്ചു കിട്ടുന്നത് കണ്ടിട്ട് എയ്റീസിനെ ആക്രമിക്കാനായി വരുന്ന ക്രേറ്റോസിനെ എയ്റീസ് അടിച്ച് നിലത്തിടുന്നുണ്ട്. വീണ്ടും ആ അടിച്ച് നിലത്തിടുന്നതിൻ്റെ കൂട്ടത്തിൽ ക്രേറ്റോസിൻ്റെ ദേഹത്തൊരു മുറിവുണ്ടാകുന്നുണ്ട്, ഈ മുഖത്ത്. അവിടെ നിന്ന് വീണ്ടും ക്രേറ്റോസ് എണീക്കാനിടങ്ങി വീണ്ടും എയ്റീസ് ക്രേറ്റോസിനെ ആക്രമിക്കാൻ പോയപ്പോൾ അധീന കയറി തടയുന്നുണ്ട്, അവനെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ്. അതെന്തുകൊണ്ടെന്ന് ക്രേറ്റോസ് പിന്നെ തിരിച്ചറിയും. അങ്ങനെ ക്രേറ്റോസിൻ്റെ മുന്നിൽ വെച്ച് ഈ രണ്ട് ദൈവങ്ങൾ വന്നിട്ട്, അത് ദൈവങ്ങളാണെന്നൊന്നും ക്രേറ്റോസിന് അറിഞ്ഞുകൂടാ, ക്രേറ്റോസിൻ്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ വെച്ച് സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ കഴിയാത്തത് തൻ്റെ കഴിവുകേടായി കണ്ട ക്രേറ്റോസ് ആ കഴിവുകേട് ജീവിതാവസാനം വരെ ഓർമ്മിക്കണം എന്നുള്ളത് കൊണ്ട് തൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നത് പോലൊരു ബർത്ത് മാർക്ക് ചുമന്ന ടാറ്റുവായിട്ട് തൻ്റെ ദേഹത്ത് അടിച്ചങ്ങ് വയ്ക്കും ക്രേറ്റോസ്. അതാണ് ക്രേറ്റോസിൻ്റെ സിഗ്നേച്ചറായിട്ടുള്ള ചുമന്ന മാർക്ക്. അപ്പോഴും മാർക്ക്ഡ് വാറിയർ അവിടെ ഉണ്ട്. വിധിപ്രകാരം ജനിച്ച മാർക്ക്ഡ് വാറിയർ അതാണെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടെ ഒരുത്തൻ തീരുമാനപ്രകാരം മാർക്ക്ഡ് വാറിയറായി മാറി. അപ്പോൾ നമ്മുടെ തീരുമാനത്തിൻ്റെയും, അതായത് നമ്മുടെ തീരുമാനത്തിനെയും ആ തീരുമാനമനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ ധൈര്യത്തെയും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ക്രേറ്റോസ് പിന്നീട് ട്രെയിനിങ് ഭയങ്കര കടുകട്ടിയാക്കി. കാരണം അന്ന് മുതൽ ക്രേറ്റോസ് ഒരു ശപഥം എടുത്തു, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എങ്ങും പരാജയപ്പെടത്തില്ല, എങ്ങും ഞാൻ ഒന്നിനു മുന്നിലും കീഴടങ്ങി കൊടുക്കത്തില്ല, വീക്ക്നെസ് എന്ന് പറഞ്ഞൊരു സാധനം ക്രേറ്റോസിന് ഇനി ഉണ്ടാവത്തില്ല എന്നൊരു ശപഥം ക്രേറ്റോസ് എടുത്തിട്ട് അഗോഗി ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെയിനിങ് ക്രേറ്റോസ് എടുത്തു. സ്പാർട്ടൻ ആർമിയിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് സ്പാർട്ടൻ ആർമിയിലെ ക്യാപ്റ്റനായി. അതിനെക്കാട്ടിയും ചുരുങ്ങിയ കാലം കൊണ്ട് സ്പാർട്ടൻ ആർമിയിലെ പടത്തലവനായി ക്രേറ്റോസ് പടത്തലവനായതിനു ശേഷം സ്പാർട്ടൻ ദേശം മുഴുവനും ക്രേറ്റോസിൻ്റെ പേര് പ്രശസ്തമായി അറിയുകയാണ്. കാരണം നയിച്ച യുദ്ധങ്ങളിലെല്ലാം ക്രേറ്റോസ് ജയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ക്രേറ്റോസ് അതിശക്തരായിട്ടുള്ള ഒരു കൂട്ടം ബാർബേറിയൻ വംശക്കാരുമായിട്ട് പോരാടുകയാണ്. ഈ പോരാട്ടത്തിൽ ബാർബേറിയൻ രാജാവിൻ്റെ പ്രഹരത്തിൽ നിന്ന് ക്രേറ്റോസിന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. ക്രേറ്റോസ് തീരും എന്നൊരവസ്ഥയാവുകയാണ്. ആ യുദ്ധം തോക്കാൻ പോകുന്നു എന്നൊരവസ്ഥയായി. തോറ്റാൽ പിന്നെ ക്രേറ്റോസ് ജീവനോടെ ഉണ്ടാകത്തില്ല. കാരണം വളരെ ക്രൂരന്മാരുമായിട്ടാണ് ക്രേറ്റോസ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ നിമിഷം ഒരു നിവർത്തിയില്ലാതെ ആസ് ആൻ ആക്ട് ഓഫ് ഡെസ്പറേഷൻ ക്രേറ്റോസ് അവിടെ നിന്നുകൊണ്ട് എയ്റീസിനെ വിളിക്കും, ഗോഡ് ഓഫ് വാറിനെ. എയ്റീസ് ഗോഡ് ഓഫ് വാർ എന്ന് ഉറക്കെ വിളിക്കും. എന്നിട്ട് പറയും, ഈ ഒരു യുദ്ധത്തിൽ എന്നെ ജയിപ്പിച്ചാൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് എന്ന് ക്രേറ്റോസ് പറഞ്ഞു. എയ്റീസിന് ക്രേറ്റോസിൻ്റെ ശക്തിയെക്കുറിച്ച് നല്ലപോലെ അറിയായിരുന്നു. കാരണം ഒരു മനുഷ്യനും കാണിക്കാത്ത ധീരതയാണ് ക്രേറ്റോസ് കാണിക്കുന്നത്. അത്രത്തോളം ശക്തിയും ക്രേറ്റോസിനുണ്ട്. അതുകൊണ്ട് തന്നെ എയ്റീസ് ക്രേറ്റോസിനെ സഹായിക്കാനൊരുങ്ങും. അതുപോലെ തന്നെ ജീവിതാവസാനം വരെ എയ്റീസിൻ്റെ സേവകനായിരിക്കണമെന്നൊരു ഉടമ്പടിയും ക്രേറ്റോസുമായിട്ട് എയ്റീസ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള എയ്റീസ് ക്രേറ്റോസിൻ്റെ കയ്യിലേക്ക് ചങ്ങല കൊണ്ട് ഘടിപ്പിച്ചേക്കുന്ന ഒരു വാൾ, അതിനെ ബ്ലേഡ് ഓഫ് കെയോസ് എന്നാണ് പറയുന്നത്. 2 വാളുകളുണ്ട്, ചെറിയ വാളുകളാണ്. ആ വാളുകളിൽ ചങ്ങല കെട്ടി ഇറക്കിയിട്ടുണ്ട്. ആ കെട്ടിയിറക്കിയ ചങ്ങല ക്രേറ്റോസിൻ്റെ കൈകളിലേക്ക് ഉരുകിച്ചേരും. അതിനുശേഷം ആ വാള് ക്രേറ്റോസിൻ്റെ ശരീരം എന്നതുപോലെ ക്രേറ്റോസിന് വഴങ്ങി തുടങ്ങി. ഈ വാളുകളുടെ സഹായത്തോടു കൂടിയും
എയ്റീസിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും ആ നിമിഷം പെട്ടെന്ന് ശക്തി കൂടുകയും ചെയ്തു ക്രേറ്റോസിന്. അത് എയ്റീസിൻ്റെ അനുഗ്രഹം കൊണ്ടല്ല, ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ശക്തി ഭയങ്കരമായിട്ട് ക്രേറ്റോസിന് കൂടി. ആ ശക്തിയും കൂടെ വെച്ച് ക്രേറ്റോസ് ആ യുദ്ധം ജയിച്ചു. പിന്നീട് എയ്റീസിൻ്റെ നിർബന്ധപ്രകാരം, എയ്റീസിൻ്റെ ഡയറക്ഷൻ പ്രകാരം ക്രേറ്റോസ് ഗ്രീസ് മുഴുവനും ആക്രമിക്കുകയാണ്. ക്രേറ്റോസ് തൻ്റെ സൈന്യവുമായിട്ട് എയ്റീസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലായിടത്തും ആക്രമിച്ചു. ഒരു കാലം ധീരതയ്ക്ക് പേര് കേട്ട ക്രേറ്റോസിൻ്റെ പേരിപ്പോൾ എല്ലാവർക്കും ഭയത്തിന് പര്യായമായി മാറി തുടങ്ങി. ക്രേറ്റോസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലം വരുന്നു എന്ന് കേൾക്കുന്നൊരു രീതിക്കായി. കാരണം അത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ എയ്റീസ് ക്രേറ്റോസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എയ്റീസ് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ക്രേറ്റോസ് ശക്തനാണ്, പക്ഷേ ക്രേറ്റോസിനൊരു വീക്ക്നെസ് ഉണ്ട്. ക്രേറ്റോസിന് ഒരു കുടുംബമുണ്ട്, ഒരു ഭാര്യയും മകളും ഉണ്ട്. ലിസാൻഡ്ര ആൻഡ് കാലിയോപ്പി, ഇതാണ് ഭാര്യയുടെയും മകളുടെയും പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും ക്രേറ്റോസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എയ്റീസിൻ്റെ കണ്ണിൽ ഈ കുടുംബം ക്രേറ്റോസിൻ്റെ ഒരു വീക്ക്നെസ് ആയി തോന്നിയിട്ട് എയ്റീസ് ഒരു വല്ലാത്ത പരിപാടി ചെയ്യും. ക്രേറ്റോസ് ഒരു സ്ഥലം ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത്, ക്രേറ്റോസ് കയറി ആക്രമിക്കുന്ന സ്ഥലത്ത് ക്രേറ്റോസിൻ്റെ ഭാര്യയും മകളുമായിട്ടുള്ള ലിസാൻഡ്രേനെയും കാലിയോപ്പിനെയും കൊണ്ട് നിർത്തും. ആ സമയം എയ്റീസിൻ്റെ ഒരു മാന്ത്രിക പ്രയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഭാര്യയും മകളുമാണെന്ന് ക്രേറ്റോസ് തിരിച്ചറിഞ്ഞില്ല. എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വന്തം കുടുംബത്തിനെ ക്രേറ്റോസ് തട്ടിക്കളയും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്രേറ്റോസ് തിരിച്ചറിയുന്നത് ഈ കൊന്നേക്കുന്നത് സ്വന്തം കുടുംബത്തെയാണെന്ന്. അങ്ങനെ ക്രേറ്റോസ് അലറി വിളിച്ച് എണീക്കുന്ന സമയത്ത് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം എയ്റീസിൻ്റെ പ്രതിജ്ഞാബന്ധനത്തിലാണല്ലോ. അങ്ങനെ ക്രേറ്റോസ് തലയും താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ആ വില്ലേജിൽ ദീർഘവീക്ഷണങ്ങളുള്ള, അതായത് ഈ പ്രവചനങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഓറക്കിൾ എന്ന് പറയും. ആ ഒരു സ്ത്രീ ക്രേറ്റോസിനെ ശപിക്കുവാണ്. ആ ശാപം ഇങ്ങനെയായിരുന്നു: ക്രേറ്റോസ്, നിൻ്റെ ഈ പോർവെറി, നിൻ്റെ ഈ ദേഷ്യം, ഇത് കാരണം ഗ്രീസ് മുഴുവനും വിനാശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി നീ ചെയ്തു എന്നുള്ളത് എനിക്കറിയണ്ട, പക്ഷേ നിൻ്റെ ആ ദേഷ്യത്തിൻ്റെ ഫലമായി നീ ഇപ്പോൾ ഇതാ നിൻ്റെ സ്വന്തം കുടുംബത്തിനെ വരെ ഉന്മൂലനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നു. നിൻ്റെ ഭാര്യയെയും നിൻ്റെ മകളെയും ദഹിപ്പിച്ച ചാരം എന്നേക്കുമായി നിൻ്റെ ദേഹത്തിലോട്ട് അലിഞ്ഞു ചേരട്ടെ, നിനക്കെപ്പോഴും ആ ചാരത്തിൻ്റെ നിറമാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം ഭാര്യയുടെയും മകളുടെയും ചാരം ക്രേറ്റോസിൻ്റെ ദേഹത്തിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് ക്രേറ്റോസ് ഒരുമാതിരി വെളുത്ത നിറമായി. അതായത് ഒരു പിശാചിനെ പോലെ, ഒരു എന്താ പറയുക, രക്തയോട്ടമില്ലാത്തൊരു ശവത്തിൻ്റെ നിറമായി ക്രേറ്റോസിനെന്ന് വേണേൽ പറയാം. അങ്ങനെ ദേഹത്ത് ഒരു പിശാചിനെ പോലെ വെളുത്ത നിറത്തിലായ ക്രേറ്റോസിന് അന്ന് മുതൽ സ്പാർട്ടയിൽ പുതിയൊരു പേര് വീഴുകയാണ്: ദ ഗോസ്റ്റ് ഓഫ് സ്പാർട്ട, സ്പാർട്ടയിലെ പ്രേതം. ഗോസ്റ്റ് ഓഫ് സ്പാർട്ട എന്നാണ് പിന്നെ എല്ലാവരും ക്രേറ്റോസിനെ വിളിച്ചു തുടങ്ങിയത്. അത് ഓരോ തവണ അത് കേൾക്കുമ്പോഴും ക്രേറ്റോസിന് തൻ്റെ പരാജയത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഒടുവിൽ ക്രേറ്റോസ് എന്തും വരട്ടെ എന്നും പറഞ്ഞ് എയ്റീസിൻ്റെ അടുത്തുള്ള ആ ഒരു പ്രതിജ്ഞാബദ്ധത ക്രേറ്റോസ് ലംഘിക്കും. എന്നിട്ട് എയ്റീസിനെതിരെ തിരിയും. ഇനി എയ്റീസ് പറയുന്ന ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിക്കാവും. ഇവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഗ്രീസിൽ ഈ ദേവതകളുമായിട്ടൊക്കെ പറഞ്ഞേക്കുന്ന സത്യപ്രതിജ്ഞകൾ ലംഘിക്കുന്ന ആളുകളെ പിടിച്ചു കെട്ടുന്ന ഒരു 3 പേരുണ്ട്. അവരെ ഫ്യൂറീസ് എന്ന് പറയും. അപ്പോൾ ഈ ഫ്യൂറീസ് ക്രേറ്റോസിനെ പിടിച്ചു കെട്ടും. അവിടെ നിന്ന് ക്രേറ്റോസ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ഈ ഫ്യൂറീസ് 3 എണ്ണത്തിനെ തട്ടിക്കളയുകയും ചെയ്യുന്നുണ്ട്. ക്രേറ്റോസ് എങ്ങനെയാണ് വളരെ തട്ടിക്കളയും, ഒന്നും നോക്കത്തില്ല. അതായത് മുന്നിൽ നിൽക്കുന്നത് ഡിവൈൻ ബീയിങ്സ് ആണ് എന്നൊന്നും നോക്കുന്നില്ല. അപ്പോഴും ക്രേറ്റോസിന് അറിയത്തില്ല ക്രേറ്റോസിന് എങ്ങനെ ഈ ഡിവൈൻ ആയിട്ടുള്ള ജന്മങ്ങളെയൊക്കെ തട്ടിക്കളയാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി എന്ന് ക്രേറ്റോസ് അപ്പോഴും ചിന്തിക്കുന്നില്ല. ക്രേറ്റോസിന് അറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ ക്രേറ്റോസ് ഈ ഫ്യൂറീസിനെയും തട്ടിക്കളയും. എന്നിട്ട് മറ്റുള്ള ദൈവങ്ങളെ സഹായിച്ചു തുടങ്ങി, മറ്റുള്ള ദൈവങ്ങളുടെ സെർവൻസ് ആയി തുടങ്ങി. കാരണം എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ മനസ്സിൽ കടന്നുകൂടിയേക്കുന്ന ഈ ദുഃഖങ്ങൾ, ഭാര്യയും മകളെയും കൊന്ന ആ ദുഃഖം തൻ്റെ മനസ്സിൽ നിന്ന് ഈ ദൈവങ്ങൾ എടുത്തു മാറ്റും എന്ന പ്രതീക്ഷയോടുകൂടി ക്രേറ്റോസ് ഓരോ ദൈവങ്ങൾക്കും സെർവ് ചെയ്തു, അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്തു തുടങ്ങി ക്രേറ്റോസ്. പക്ഷേ ഗ്രീക്ക് ദേവതകൾ ക്രേറ്റോസ് എന്തൊക്കെ ചെയ്തിട്ടും ക്രേറ്റോസിൻ്റെ അടുത്ത് ഒരു കരുണ കാട്ടുന്നില്ല. ക്രേറ്റോസിൻ്റെ മനസ്സിലെ ഈ ഓർമ്മകൾ മാറ്റി കൊടുക്കുന്നില്ല. ക്രേറ്റോസ് അപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ ദുഃഖത്തിൻ്റെ പുറത്ത് മരിച്ചു വീഴുന്ന ഭാര്യയും മകളുടെയും ദുസ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ക്രേറ്റോസ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സ്വയം അഥീന തന്നെ ക്രേറ്റോസിനൊരു ടാസ്ക് കൊടുത്തു. ഈ സമയം ഏതൻസ്, അതായത് അഥീനയുടെ പേരിലുള്ള ഒരു സിറ്റിയാണ് ഏതൻസ്. ആ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് എയ്റീസും സംഘവും കൂടെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിൽ നിന്ന് ആ സ്ഥലത്തെ രക്ഷിക്കുവാനായിട്ടുള്ളൊരു ടാസ്ക് ക്രേറ്റോസിന് അഥീന കൊടുത്തു. അതിനായി ക്രേറ്റോസിന് മനസ്സിലായി എയ്റീസിനെ കൊന്നേ പറ്റുള്ളൂ. അപ്പോൾ ക്രേറ്റോസിൻ്റെ പ്രതികാരം പൂർത്തിയാക്കാൻ ക്രേറ്റോസിന് പറ്റും. കാരണം ക്രേറ്റോസിനെ കബളിപ്പിച്ച് സ്വന്തം കുടുംബത്തെ ഉന്മൂലനം ചെയ്യിപ്പിച്ച ആളാണ് എയ്റീസ്.
ഗോഡ് ഓഫ് വാർ. അപ്പോൾ ഗോഡ് ഓഫ് വാർ ആയിട്ടുള്ള ഏറീസിനെ തട്ടാനൊരവസരം ക്രേറ്റോസിൻ്റെ മുന്നിൽ അഥീന വെച്ചു കൊടുക്കുകയാണ്. അഥീന പറഞ്ഞതെന്ന് വെച്ചാൽ ഏറീസിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നഗരം നശിപ്പിക്കുന്നതിൽ നിന്ന് ഏറീസിനെ പിന്തിരിപ്പിക്കുക എന്ന് മാത്രമേ അഥീന പറയുന്നുള്ളൂ. പക്ഷേ ക്രേറ്റോസിൻ്റെ മനസ്സിൽ ഏറീസിനെ തട്ടണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ക്രേറ്റോസ് അന്വേഷിച്ച് പാൻഡോറ ബോക്സ് എന്ന് പറയുന്നൊരു ബോക്സിനെ കുറിച്ച് അറിഞ്ഞു. ഈ പാൻഡോറാസ് ബോക്സ് തുറന്നാൽ ഈ പാൻഡോറാസ് ബോക്സിനുള്ളിൽ ദൈവങ്ങളെ കൊല്ലാനുള്ള ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിയ ക്രേറ്റോസ് പാൻഡോറാസ് ബോക്സ് തുറന്ന് ദൈവങ്ങളെ കൊല്ലാനുള്ള ശക്തി എടുത്തു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം കൂടെ ക്രേറ്റോസ് ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവങ്ങളെ കൊല്ലാനുള്ള ശക്തി ക്രേറ്റോസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റെന്തോ ഒരു ഡാർക്കായിട്ടുള്ളൊരു പവറും ഈ ഒരു പാൻഡോറാസ് ബോക്സിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതെന്താ ക്രേറ്റോസിന് മനസ്സിലായില്ല. പക്ഷെ ചിന്തിക്കാൻ സമയമില്ല. ക്രേറ്റോസ് ഉടനെ തന്നെ തൻ്റെ ഈ ശക്തി വെച്ചിട്ട് ഏറീസുമായിട്ട് പോരാടി ഏറീസിനെ വധിക്കുന്നു. അതായത് ഗോഡ് ഓഫ് വാറിനെ ഒരു മനുഷ്യൻ തോൽപ്പിച്ച് വധിച്ചു കഴിഞ്ഞു. അങ്ങനെ ഗോഡ് ഓഫ് വാറിനെ വധിച്ചിട്ടുകൂടി ക്രേറ്റോസിൻ്റെ മനസ്സിൽ നിന്ന് അഥീനയും ആ ദുഃഖങ്ങളൊന്നും എടുത്തു മാറ്റുന്നില്ല. അങ്ങനെ ഇനി ആരും തന്നെ രക്ഷിക്കാനില്ല എന്ന ഒരു ബോധം ക്രേറ്റോസിനുണ്ടായി. ക്രേറ്റോസ് അങ്ങനെ ഗ്രീക്കിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു മലയുടെ മുകളിൽ പോയി, ഒരു ക്ലിഫിന് മുകളിൽ പോയി താഴേക്ക് ചാടി. എന്നാൽ താഴേക്ക് വീണുകൊണ്ടിരുന്ന ക്രേറ്റോസിനെ ഏതോ ഒരു ശക്തി പകുതിക്ക് വെച്ച് പിടിച്ചു നിർത്തി മുകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അഥീനയായിരുന്നു. അഥീന പറഞ്ഞു, ക്രേറ്റോസ്, നീ വധിച്ചത് ഗോഡ് ഓഫ് വാറിനെയാണ്. ഗോഡ് ഓഫ് വാറിനെ വധിച്ചു. ഇപ്പോൾ ഗോഡ് ഓഫ് വാറായിട്ട് ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ സിംഹാസനം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഗോഡ് ഓഫ് വാറിനെ വധിച്ചത് നീ ആയതുകൊണ്ട് തന്നെ ക്രേറ്റോസ് അടുത്ത ഗോഡ് ഓഫ് വാർ ആവാനായിട്ട് യോഗ്യൻ നീയാണ്. അതുകൊണ്ട് നിന്നെ ഗോഡ് ഓഫ് വാറായിട്ട് ഒളിമ്പിയൻ ദൈവങ്ങൾ നിയമിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ക്രേറ്റോസ് ഗോഡ് ഓഫ് വാറായി. ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിക്കുകയാണ്. ഇപ്പോൾ അതാ ദൈവമായി, ഗോഡ് ഓഫ് വാറുമായി. എന്നാൽ ഗോഡ് ഓഫ് വാർ ആയിട്ടും ക്രേറ്റോസിൻ്റെ മനസ്സിലെ കലി അടങ്ങുന്നില്ല. ക്രേറ്റോസിൻ്റെ മനസ്സിലെ ആ ഒരു ദുഃഖം, ആ ഒരു ചിന്ത, ആ ഗിൽറ്റ്, അതൊന്നും പോകുന്നില്ല. അത് വിടാൻ ക്രേറ്റോസ് തയ്യാറാവുന്നില്ല. 24 മണിക്കൂർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്യാതിരുന്നാൽ ആ ഉണ്ടായ നെഗറ്റീവായിട്ടുള്ള അനുഭവം, ദുഃഖത്തെ നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നയിക്കാതെ വീണ്ടും നെഗറ്റീവ് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ആ ദുഃഖം പോവും? പക്ഷെ ക്രേറ്റോസ് അതിന് തയ്യാറായില്ല. അതെല്ലാം മറക്കാനായിട്ട് ക്രേറ്റോസ് അവിടെ മുഴുവനും, ഈ ഗ്രീസ് മുഴുവനും ക്രേറ്റോസ് ആക്രമിക്കാൻ തുടങ്ങി. ഗ്രീസ് മുഴുവനും പിടിച്ചെടുക്കാൻ, ലോകം മുഴുവനും പിടിച്ചെടുക്കാനായി ക്രേറ്റോസ് തുടങ്ങി. ഈ സമയമൊക്കെ ആയപ്പോൾ ശക്തിയും കൂടെ കിട്ടി ക്രേറ്റോസ് അങ്ങ് ഒരുമാതിരി ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിലായി. ഇങ്ങനെ ഗ്രീസിൽ മുഴുവനും ക്രേറ്റോസിൻ്റെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട സ്യൂസ് ഭയന്നു. ഇനി അടുത്തത് ഇവൻ്റെ ലക്ഷ്യം ഒളിമ്പസ് ആയിരിക്കും. നമ്മളെ കൂടെ കീഴ്പ്പെടുത്തിയാൽ പിന്നെ യവനാവുമല്ലോ സർവാധിപൻ, അത് പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്ത സ്യൂസിന് വന്നു. മാത്രമല്ല, നേരത്തെ പാൻഡോറാസ് ബോക്സ് തുറന്നപ്പോൾ അവിടെ നിന്നൊരു നെഗറ്റീവ് എനർജിയും കൂടെ എസ്കേപ്പ് ആയിരുന്നു. ഈ നെഗറ്റീവ് എനർജി ഒളിമ്പസിലുള്ള സമസ്ത ദേവതകളുടെയും ദേഹത്ത് കയറിയേക്കുക. ആ നെഗറ്റീവ് എനർജികളുടെ എഫക്റ്റിൽ ഒളിമ്പസിലുള്ള എല്ലാ ദേവതകളും ഇപ്പോൾ നെഗറ്റീവ് പവറായി മാറിയേക്കുക. അങ്ങനെ സ്യൂസ് ചിന്തിക്കുകയാണ്, ക്രേറ്റോസിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഒളിമ്പസും കൂടെ ക്രേറ്റോസ് പിടിച്ചെടുത്താൽ പിന്നെ വേറൊരു നിവർത്തിയില്ലല്ലോ. മാത്രമല്ല, ഒരു മാർക്ക്ഡ് വാറിയർ, അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു യോദ്ധാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു മാർക്ക്, ആ ഒരു അടയാളം ക്രേറ്റോസിൻ്റെ മുഖത്തും സ്യൂസ് ഇപ്പോൾ കണ്ടു. അപ്പോൾ സ്യൂസ് മനസ്സിലാക്കി ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവനെ ഇപ്പം തന്നെ തീർത്ത് കളയണം എന്നും പറഞ്ഞ് സ്യൂസ് ഞൊടിയിട കൊണ്ട് ക്രേറ്റോസിൻ്റെ ദൈവികമായിട്ടുള്ള ശക്തികളെല്ലാം വലിച്ചിങ്ങെടുത്തിട്ട് ക്രേറ്റോസിനെ കൊന്നു. ക്രേറ്റോസ് പിന്നീട് നരകത്തിലോട്ട് പോയി. നരകത്തിലോട്ട് പോയ ക്രേറ്റോസ് അവിടെ മറ്റു കുറച്ച് പേരെ കാണുകയാണ്. ടൈറ്റൻസ് എന്ന് പറയും. ഈ ടൈറ്റൻസ് എന്ന് പറയുമ്പോൾ ഈ എലമെൻറ്റുകളുണ്ടല്ലോ, പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ എലമെൻറ്റുകളുടെ എല്ലാം ഒരു ഫിസിക്കൽ രൂപമാണ്. ഇവരെന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇവരെന്ന് പറയുമ്പോൾ വളരെ വലിയ ആളുകളാണ്. ഒരു കാലഘട്ടത്തിൽ ടൈറ്റൻസിനും ദൈവങ്ങൾക്കും ഇടയിൽ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ സ്യൂസ് ടൈറ്റൻസിനെ അത്രയും കീഴ്പ്പെടുത്തി ഈ നരകത്തിലോട്ട് തള്ളിയായിരുന്നു. അവിടെ ചെന്ന് ടൈറ്റൻസുമായിട്ട് ക്രേറ്റോസ് സംസാരിച്ചിട്ട് ഈ ടൈറ്റൻസിൻ്റെ സഹായത്തോടു കൂടി ഇവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, ക്രേറ്റോസും ഈ ടൈറ്റൻസും കൂടെ. എന്നിട്ട് ക്രേറ്റോസ് വീണ്ടും സ്യൂസിനെ ആക്രമിക്കാനായി പോകുന്നുണ്ട്. ഇപ്പോൾ ക്രേറ്റോസിന് എവിടെ നിന്നൊക്കെയോ വീണ്ടും ശക്തി കിട്ടിയൊക്കെയാണ്. ക്രേറ്റോസിന് സ്വതസിദ്ധമായിട്ടുള്ള ശക്തി ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയെന്നറിയത്തില്ല. ക്രേറ്റോസ് അങ്ങനെ സ്യൂസുമായിട്ട് പോരാടാൻ ചെന്ന് സ്യൂസുമായിട്ട് ഫൈറ്റ് ചെയ്ത് സ്യൂസിനെ കൊല്ലുന്ന വക്കിലെത്തും. അങ്ങനെ സ്യൂസിനെ കൊല്ലാനായിട്ട് ക്രേറ്റോസ് കത്തി ഇങ്ങനെ വാളിങ്ങനെ കൊണ്ടു ചെല്ലുന്ന സമയം അതിൻ്റെ ഇടയിൽ അഥീന വന്ന് കയറും. അങ്ങനെ ആ വാള് കൊണ്ട് അഥീന തീരും. പക്ഷെ അഥീന മരിച്ചുവെങ്കിൽ പോലും അഥീന നല്ല ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയൊക്കെ ദേവതയായതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അഥീന ഒരു സുപ്പീരിയർ ഫോമിലോട്ട് മാറും. അതായത് ഒരു ഉയർന്ന തലത്തിലോട്ട് മാറും അഥീന.
പക്ഷേ ക്രേറ്റോസിന് അതൊന്നും അറിയത്തില്ല. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അഥീന ക്രേറ്റോസിൻ്റെ അടുത്ത് ആ സത്യം പറയാണ്. എന്തുകൊണ്ട് ക്രേറ്റോസിനെ ആദ്യം എയറീസിൽ നിന്ന് അഥീന രക്ഷപ്പെടുത്തി, എന്തുകൊണ്ട് സ്യൂസിനെ കൊല്ലാൻ ക്രേറ്റോസിനെ അനുവദിച്ചില്ല, ആ സത്യം പറയാണ്. കാരണം അഥീനയെ പോലെ തന്നെ ക്രേറ്റോസിൻ്റെ അച്ഛനും സ്യൂസാണ്. സ്യൂസിന് മനുഷ്യസ്ത്രീയിലുണ്ടായ മകനാണ് ക്രേറ്റോസ്. സ്യൂസിൻ്റെ മകനാണ് ക്രേറ്റോസ്. അപ്പോൾ ക്രേറ്റോസ് ഒരു ഡെമിഗോഡാണ്, പകുതി ദൈവമാണ് ക്രേറ്റോസ്, പകുതി മനുഷ്യനും പകുതി ദൈവവുമാണ്. അതുകൊണ്ടാണ് ക്രേറ്റോസിന് ഈ സ്വതസിദ്ധമായിട്ടുള്ള ശക്തിയുള്ളത്. അപ്പോൾ ഇതറിഞ്ഞു ക്രേറ്റോസിന് ആകപ്പാടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നത് അഥീനയായിരുന്നു. സ്വന്തം സഹോദരിയെ തൻ്റെ കൈകൊണ്ട് തീർത്തത് സ്യൂസ് ആണെന്നുള്ള കലിയും കൂടെ ക്രേറ്റോസിന് കയറി. അതായത് അത്രയും കാലവും അടിമവേല ചെയ്തിട്ട് തൻ്റെ മനസ്സിൽ നിന്നുള്ള ദുഃഖവും കാര്യങ്ങളും എടുത്ത് കളഞ്ഞില്ല. ഇപ്പം തൻ്റെ സഹോദരിയെ തൻ്റെ കൈകൊണ്ട് കൊല്ലിക്കുകയും ചെയ്തു. ഇനി ഒളിമ്പസിൽ ഒരു ദൈവങ്ങളും വേണ്ട എന്ന തീരുമാനത്തോടുകൂടി ക്രേറ്റോസ് ഒളിമ്പസിനെ ആക്രമിക്കും. എന്നിട്ട് 1 by 1 ആയിട്ട് ഒളിമ്പസിലുള്ള എല്ലാ ദൈവങ്ങളെയും കൊല്ലും, എല്ലാ ഒളിമ്പിയൻ ദൈവങ്ങളെയും കൊല്ലും. അതായത് പൊസൈഡനെയൊക്കെ ഭയങ്കര മാരകമായ രീതിയിലാണ് പൊസൈഡനെയും ഹീലിയോസിനെയൊക്കെ തട്ടിക്കളയുന്നത്. അത് കണ്ടിരിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ മാർക്കോ ഒന്നുമല്ല ക്രേറ്റോസിൻ്റെ മുമ്പ്. ആ രീതിക്കാണ് ക്രേറ്റോസ് ഈ ഒരു ഒളിമ്പിയൻ ദൈവങ്ങളെ, ഈ പൊസൈഡനെയും, മെയിനായിട്ട് ഈ പൊസൈഡനെയും ഇയാളെയും ഹീലിയോസിനെയും സൺഗോഡിനെയും കൊല്ലുന്നത്. എന്നുവെച്ചാൽ ഇതിനോടകം വെച്ച് ക്രേറ്റോസിൻ്റെ മനസ്സിൽ പ്രതികാരം എന്നൊരൊറ്റ ചിന്തയായി. അയാളൊരു പിശാചായി മാറിക്കഴിഞ്ഞിരുന്നു. അയാൾക്ക് വേറൊന്നും അയാളുടെ മനസ്സിലില്ല. ക്ഷമ, സ്നേഹം, ഇതൊന്നുമില്ല. ഈ പ്രതികാരം എന്നൊരു ചിന്ത. ഈ പോരാട്ടങ്ങൾക്കിടയിൽ ഒരു കൊച്ചുകുട്ടിയുമായിട്ട് ക്രേറ്റോസ് കണ്ടുമുട്ടുന്നുണ്ട്. ആ കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ ക്രേറ്റോസിൻ്റെ ഉള്ളിൽ വീണ്ടും ആ ഫാദർഹുഡ്, കാലിയോപ്പിയുടെ അച്ഛൻ ക്രേറ്റോസിൽ ഉണർന്നു. സ്വന്തം മകളുടെ പേരാണല്ലോ കാലിയോപ്പി. അപ്പോൾ ഇങ്ങനൊരു പെൺകുട്ടിയുടെ ഒരു പാൻഡോറ ആണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴത്തേക്കും വീണ്ടും ക്രേറ്റോസിനുള്ളിൽ കെയറിങ്, പ്രൊട്ടക്ഷൻ, ഇന്നസെൻസിനെ രക്ഷിക്കണം എന്നുള്ള ചിന്തകളെല്ലാം ഉണ്ടായി. ഒടുവിൽ ഏതൊരു ഇരുട്ടത്തിൽ നിന്നും ഒരു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വികാരമുണ്ട്. എന്താണ്? ഹോപ്പ്, പ്രതീക്ഷ. ആ പ്രതീക്ഷ ഈ പാൻഡോറ എന്ന് പറയുന്ന കുട്ടി ക്രേറ്റോസിന് നൽകും. ഈ പാൻഡോറയെ പല വിധത്തിലും ക്രേറ്റോസ് രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. എന്നിട്ടൊടുവിൽ വീണ്ടും ക്രേറ്റോസ് പാൻഡോറാസ് ബോക്സ് തുറക്കാൻ പോവുകയാണ്. എന്തിനാണ്? ഈ സ്യൂസിനെ തട്ടാനായിട്ട്. സ്യൂസ് എന്ന് പറയുമ്പോൾ ആരാണ്? ദൈവങ്ങളുടെ രാജാവല്ലേ. പക്ഷേ ഇപ്രാവശ്യം പാൻഡോറാസ് ബോക്സ് തുറക്കുമ്പോൾ ക്രേറ്റോസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് ദൈവങ്ങളെ തട്ടാനുള്ള ശക്തിയല്ല, മറിച്ച് പ്രതീക്ഷയുടെ ശക്തിയാണ്. ദ പവർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ശക്തി വെച്ചിട്ട് ക്രേറ്റോസ് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള സ്വന്തം അച്ഛൻ സ്യൂസിനെ തട്ടും. എന്നാൽ സ്യൂസിനെ വധിക്കുമ്പോഴും മറ്റ് ദേവന്മാരെ വധിച്ചപ്പോഴുമെല്ലാം ക്രേറ്റോസ് ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ ദേഹത്ത് നിന്ന് ഈ കറുത്ത എനർജി അങ്ങ് എസ്കേപ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്യൂസിനെയും കൊന്നതിന് ശേഷം ക്രേറ്റോസ് ചുറ്റിനും നോക്കിയപ്പോൾ ക്രേറ്റോസ് കാണുന്നത് ഗ്രീസ് മുഴുവനും അവതാളത്തിലായിരിക്കുന്നു. കാരണം എല്ലാ ദൈവങ്ങളെ കൊല്ലുമ്പോഴും ആ ദൈവങ്ങൾ കൺട്രോൾ ചെയ്തിരുന്ന ശക്തികളെല്ലാം അവതാളത്തിലായി. പൊസൈഡനെ കൊന്നപ്പോൾ കടൽ കയറി ഗ്രീസിൽ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സൂര്യനില്ല, അത്രയും പ്രശ്നങ്ങൾ ഗ്രീസിലുണ്ടായതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ക്രേറ്റോസ് നിന്നപ്പോൾ അഥീന വന്നിട്ട് ക്രേറ്റോസിനോട് പറയുന്നുണ്ട്, ക്രേറ്റോസ്, നിനക്ക് കിട്ടിയ പാൻഡോറാസ് ബോക്സ് തുറന്നപ്പോൾ നിനക്ക് കിട്ടിയ ദിവ്യശക്തി നീ എനിക്ക് താ, അതുകൊണ്ട് ഞാൻ ജനങ്ങളെ സഹായിക്കാം എന്ന് ക്രേറ്റോസിനോട് പറഞ്ഞു. പക്ഷെ ക്രേറ്റോസ് അതിന് തയ്യാറായില്ല. ഇനി ഒരു ദൈവത്തിന് തൻ്റെ ശക്തി കൊടുക്കാൻ ക്രേറ്റോസ് തയ്യാറല്ല എന്നും പറഞ്ഞ് ബ്ലേഡ് ഓഫ് ഒളിമ്പസ് എന്നും പറഞ്ഞൊരു വാളുണ്ട്, ദൈവങ്ങളുടെ വാള്. ആ വാള് കൊണ്ട് ക്രേറ്റോസ് സ്വന്തം ദേഹത്തിലോട്ടങ്ങ് കയറ്റും. ഈ സമയത്ത് ക്രേറ്റോസിൻ്റെ ദേഹത്തുണ്ടായിരുന്ന പ്രതീക്ഷയുടെ ശക്തി ഗ്രീസിലെ ജനങ്ങളിലേക്ക് ക്രേറ്റോസ് കൊടുക്കും. ആ ഫൈനൽ ആക്ട് ഓഫ് നന്മ. തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ശക്തി, ആ ഒരു പ്രതീക്ഷയുടെ ശക്തി ഗ്രീസിലെ ജനങ്ങൾക്ക് ക്രേറ്റോസ് കൊടുക്കും. എന്നിട്ട് അഥീന അതിൽ ക്രേറ്റോസിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് നമ്മൾ കാണുന്നത് ക്രേറ്റോസ് മരിച്ചിട്ടില്ല, വീണ്ടും രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാരണം അയാൾ മരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളല്ല. പിന്നീട് തൻ്റെ ദേഹത്തെ മുറിവുകളൊക്കെ എങ്ങനെയോ ഉണങ്ങി ക്രേറ്റോസ് കാലാകാലങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഗ്രീസിലുള്ള ജനങ്ങൾ അവരുടെ രാജ്യങ്ങളെല്ലാം തിരിച്ച് ബിൽഡ് ചെയ്തെടുക്കുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ ക്രേറ്റോസ് നിന്നില്ല. ക്രേറ്റോസിന് ഈ മനസ്സിലെ കുറ്റബോധം, താൻ കാരണം, തൻ്റെ ഈ ദേഷ്യം കാരണം, തൻ്റെ ഈ അഹങ്കാരം കാരണം, തൻ്റെ ഒടുങ്ങാത്ത പ്രതികാര മനോഭാവം കാരണം വൻ വിനാശം താൻ സൃഷ്ടിച്ചു. തൻ്റെ ഭാര്യയും മകളും തൻ്റെ കൈകൊണ്ട് തീർന്നു. ഈ കുറ്റബോധങ്ങൾ കാരണം ക്രേറ്റോസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ക്രേറ്റോസ് സ്വയം തന്നെ ഒരു മോൺസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ക്രേറ്റോസ് നോർവേ, ഈ നോർസ് ഏരിയയിലെത്തുകയാണ്. നോർസ് ദൈവങ്ങളുടെ സ്ഥലത്തെത്തുകയാണ്. അപ്പോൾ നോർവേ ആയിരിക്കണം മിക്കവാറും. അപ്പോൾ നോർസ് ഏരിയയിലോട്ട് ക്രേറ്റോസ് എത്തുകയാണ്.
ഈ നോർസ് മിത്തോളജിയിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ ടൈറ്റൻസും ദൈവങ്ങളും എന്ന് പറയുന്ന നമുക്ക് ഇവിടെ ഒരു ഡിവിഷനുണ്ട്. നോർസ് ദൈവങ്ങളും ഉണ്ട്, അതുപോലെ ജയൻസും ഉണ്ട്. ഭീകരമായിട്ട് നല്ല വലിപ്പമൊക്കെയുള്ള ആളുകൾ. ഈ ജയൻറ്റുകൾക്കിടയിൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് ഫേ എന്നായിരുന്നു. പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഫേയുടെ പേര് ലോഫി എന്നാണെന്ന്. അങ്ങനെ ലോഫി എന്ന പേരുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. ആ സ്ത്രീയുമായിട്ട് സംസാരിച്ച് ക്രേറ്റോസ് തൻ്റെ ദുഃഖങ്ങളും എല്ലാം പങ്കുവെച്ച് അവർക്കിടയിൽ ഒരു ഇഷ്ടം ഉണ്ടാകുന്നു. ക്രേറ്റോസ് ഫേയെ വിവാഹം ചെയ്ത് അവർക്ക് ഏട്രിയസ് എന്ന പേരുള്ളൊരു മകനുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഫേയുടെ കൂടെ കൂടിയപ്പോൾ ക്രേറ്റോസിൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടന്നിരുന്ന മുറിവുകളെല്ലാം ഉണങ്ങി തുടങ്ങി. തനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത മാറി ആരൊക്കെയോ തനിക്കുണ്ടെന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ഒരു മകൻ കൂടെ ആയപ്പോൾ ക്രേറ്റോസിൻ്റെ ദേഷ്യവും കുറ്റബോധവും എല്ലാം ഈ മകനെ സംരക്ഷിക്കണം, ഈ ലോകത്തിന് വേണ്ടി ഈ മകനെ തയ്യാറാക്കി എടുക്കണം എന്നൊരു ചിന്തയിലോട്ടങ്ങ് മാറി. അപ്പോൾ എന്താ ക്രേറ്റോസ് ചെയ്തത്? തൻ്റെ ഉള്ളിലെ ഗിൽറ്റ്, ദേഷ്യം, കുറ്റബോധം, സെൽഫ് ലോതിങ് ഇതെല്ലാം ഒരു നല്ല കാര്യത്തിലേക്ക് ക്രേറ്റോസ് തിരിച്ചു. നമ്മളും ചെയ്യേണ്ടതാണ്. നമുക്ക് ദുഃഖമോ വിഷമോ ഉണ്ടായാൽ നമ്മൾ അതിൽ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കരുത്. നമ്മൾ ആ സാധനത്തിനെ എടുത്ത് എന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഒരു നൈരാശ്യമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയ നൈരാശ്യം ഉണ്ടായി, നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഈ ദുഃഖത്തെ ആലോചിച്ച് അവിടെ ഇരിക്കുക, മറിച്ച് ആ ദുഃഖത്തെ ഇനി ഞാൻ അത്രയും കാലവും ജീവിച്ചിരുന്ന എന്നെപ്പോലെ ആവരുത്, ഞാൻ എൻ്റെ ബെസ്റ്റ് വെർഷനിലേക്ക് മാറണം എന്നുള്ള രീതിയിൽ നമ്മളെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം. അവരൊരു പക്ഷേ എന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, എന്നെ ഉപേക്ഷിച്ചേക്കാം, പക്ഷെ ഞാൻ എന്നെ ഉപേക്ഷിക്കില്ല. ഞാൻ എന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷനിലാക്കും. ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, ഞാൻ എൻ്റെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യും എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ വിഷമത്തെ ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം. വിഷമം ഉണ്ടാകുന്ന സമയത്ത്, സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ വിഷമമായിട്ട് ഇരിക്കണം. എന്നിട്ട് ആ വിഷമത്തെ മനസ്സിലാക്കണം. ഈ വിഷമത്തിൻ്റെ റൂട്ട് കോസ് എവിടെ നിന്നാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വിഷമത്തിൻ്റെ റൂട്ട് കോസ് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. അവർ നമ്മളെ ഉപദ്രവിച്ചു, പക്ഷേ ആ വിഷമത്തിൽ കടിച്ചു പിടിക്കുക എന്നുള്ള നമ്മുടെ ഡിസിഷൻ കാരണമാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴും നമുക്കൊരു ശക്തി അവിടെ കിട്ടുകയാണ്. നമ്മളവിടെ തിരിച്ചറിയുകയാണ് അത്രയും കാലവും നമ്മൾ സ്നേഹിച്ചിരുന്നത് അവരെയല്ല നമ്മൾ സ്നേഹിച്ചിരുന്നത്, അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള നമ്മുടെ സന്തോഷത്തെയാണ് നമ്മൾ സ്നേഹിച്ചിരുന്നത്. ആ സന്തോഷം മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റിയാൽ പിന്നെ ഈ ദുഃഖത്തിന് ആധാരം എവിടെയാണ്? അപ്പം നമ്മൾ സന്തോഷിപ്പിക്കണം. എങ്ങനെ? മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞും സിഗ്മ കളിച്ചുമല്ല, നമ്മളെ ബെസ്റ്റ് ആക്കണം. ഇന്നലെ വരെ ഞാനായിരുന്നു, അങ്ങനെ ആയിരിക്കില്ല ഞാൻ ഇനി മുതൽ. ചിട്ടകൾ, എൻ്റെ ജീവിതം ഞാൻ ചിട്ടയാക്കി എടുക്കും. അത് ആരുടെയും മുമ്പ് പ്രൂവ് ചെയ്യാനല്ല, എന്നെ തന്നെ ബെറ്റർ ആക്കാനാണ്. അതിനെക്കാട്ടിയും വലിയ പ്രതികാരമൊന്നും ഈ ലോകത്തിലില്ല. ദുഃഖിപ്പിച്ചവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കുക എന്ന് പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ആനമയിൽ ഒട്ടകമാണ് എന്നും പറഞ്ഞങ്ങോട്ട് ജീവിച്ചു കാണിക്കുന്ന പോലെ ഒരു റിവഞ്ച് ഈ ലോകത്തിൽ വേറെ എങ്ങുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് ക്രേറ്റസ് മാറി. ദേഷ്യം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം മകനെ ട്രെയിൻ ചെയ്യുന്നൊരു രീതിയിലോട്ടായി ക്രേറ്റോസ്. അങ്ങനെ മകനെ ട്രെയിൻ ചെയ്ത് തുടങ്ങി. ഇതിനിടയിൽ പറയാത്തൊരു കാരണത്താൽ, വെളിപ്പെടുത്താത്തൊരു കാരണത്താൽ ക്രേറ്റോസിൻ്റെ ഭാര്യയായിട്ടുള്ള ലോഫി മരിക്കുന്നു, ഫേ മരിക്കുന്നു. അങ്ങനെ ഫേ മരിക്കുന്ന സമയത്ത് ഫേയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫേയുടെ ചിതാഭസ്മം അവിടെ 7 റെൽമുകളുണ്ട് ഈ നോർസിൽ. ഈ 7 സ്ഥലങ്ങളിലേക്ക് വെച്ചും ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിന് മുകളിൽ പോയി ഈ ചിതാഭസ്മം കാട്ടിൽ പറത്തണം എന്നൊരു ആഗ്രഹം ഫേ പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഫേയുടെ ഹസ്ബൻഡായ ക്രേറ്റോസും ഫേയുടെ മകനായ ഏട്രിയസും കൂടെ ഒരു യാത്ര തിരിക്കുന്നുണ്ട്. ആ യാത്രക്കിടയിൽ അവർ പല ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ ഓഡിനാണല്ലോ ദൈവങ്ങളുടെ രാജാവ്. ഓഡിൻ്റെ ഒരു മകൻ വന്ന് ഇവരെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള കുറച്ച് ഈവൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഓഡിൻ്റെ ഭാര്യയായിട്ടുള്ള ഫ്രയെ ഇവർ പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ മാർവലിൽ കണ്ട ആളുകൾ തന്നെയാണ്, അവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇവർ ഈ ടാസ്കിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഓഡിൻ്റെ മകനായിട്ടുള്ള ബാൽദൂറിനെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ അവിടെയും ക്രേറ്റോസ് ഒരു ഗോഡ് ലെവൽ ശക്തിയുള്ള ഒരാളെ തട്ടുന്നുണ്ട്. ആ സമയത്ത് ഈ മകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് സാധിച്ചത്? ഹൗ ആർ യു ഏബിൾ ടു ഡു ദിസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ക്രേറ്റോസ് പറയുന്നുണ്ട്, ബോയ് ലിസൺ ടു മീ, ഞാനൊരു ദൈവമായിരുന്നു, ഞാനൊരു മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്. ഞാൻ സ്പാർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. അവിടെ ഗോഡ് ഓഫ് വാർ ആയിരുന്നു ഞാൻ. ചില കാര്യങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ചിലതിൽ എനിക്ക് റിഗ്രറ്റും ഇല്ല. എന്നിട്ട് പറയുന്നുണ്ട് ശക്തി, ഫിസിക്കൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ പവർ എന്ന് പറയുമ്പോൾ ഈ അധികാരങ്ങൾ, ഈ 3 കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഡിസിപ്ലിനാണ്. അത് എവിടെ, എങ്ങനെ, ഏതളവിൽ ഉപയോഗിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള വളരെ മെച്യൂറായിട്ടുള്ള ഉപദേശങ്ങൾ ക്രേറ്റോസ് സ്വന്തം മകന് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കൂടെ ഒരു ബെസ്റ്റ് വെർഷനിലേക്ക് മാറുന്നത് നമുക്ക് ക്രേറ്റോസിൽ കാണാൻ കഴിയുന്നുണ്ട്. വേണേൽ സ്വന്തം മകൻ്റെ അടുത്തും പറയാം, നമ്മൾ ഇതൊന്നും നോക്കരുത്, അടിച്ച് തൊലച്ച് കളയണം. പക്ഷെ അതല്ല ക്രേറ്റോസ് ചെയ്തത്.
കുറ്റബോധത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എല്ലാം എസ്കേപ്പ് ചെയ്യാനായിട്ട് ഇന്നലെ വരെ ഞാൻ ആരായിരുന്നോ അതിനെക്കാട്ടിയും ഞാൻ ബെറ്റർ ആയിരിക്കണം, ഞാൻ എത്രത്തോളം ബെറ്റർ ആണോ അതിനെക്കാട്ടിയും ബെസ്റ്റ് ആയിരിക്കണം എൻ്റെ മകൻ എന്ന ചിന്തയിലോട്ട് ക്രേറ്റോസ് മാറി. അങ്ങനെ ക്രേറ്റോസ് ഏട്രിയസിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചെത്തുന്നുണ്ട്. ഈ അമ്മയുടെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഏറ്റവും ഉയരം കൂടിയ ക്ലിഫിന് മുകളിൽ പോയി പറത്തിയതിനു ശേഷം ഇവർ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു എൻട്രി വരുന്നത്. ആര്? ബാൽദൂറിൻ്റെ സഹോദരനായിട്ടുള്ള തോർ വരുന്നുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിലെ തോർ. ആ തോറുമായിട്ടൊക്കെയുള്ള ഫൈറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും എങ്ങനെയാണോ ഗ്രീക്ക് മിത്തോളജിയിൽ ക്രേറ്റോസിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്, അതുപോലെ നോർസ് മിത്തോളജിയിലുള്ള ദൈവങ്ങളായിട്ടും ക്രേറ്റോസിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. അവിടെ പ്രതികാരത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇന്നസെൻസിനെ രക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തു. നല്ലൊരു ഭാവിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഓഡിനെ ക്രേറ്റോസ് കീഴ്പ്പെടുത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള നല്ലവരായിട്ടുള്ള ദൈവങ്ങളുടെ കയ്യിൽ നോർസ് മിത്തോളജിയുടെ, അതായത് നോർസ് ലോകത്തിൻ്റെ ഭരണം ക്രേറ്റോസ് ഏൽപ്പിക്കും. ഈ സമയം ഏട്രിയസ് പറയുകയാണ്, എനിക്ക് എൻ്റെ അമ്മയുടെ വംശജരായിട്ടുള്ള ജയൻസ് എന്നേ പറയുന്നുള്ള ജയൻസിനെ തേടിപ്പോകണം, അതിന് അച്ഛൻ എന്നെ വിടണം, അച്ഛൻ എന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ മുമ്പ് മറ്റൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയും. ക്രേറ്റോസിൻ്റെയും ലോഫിയുടെയും മകനായിട്ടുള്ള ഏട്രിയസിന് ജയൻസിൻ്റെ ഇടയിൽ മറ്റൊരു പേരുണ്ട്. ഏട്രിയസ് എന്ന് പറയുമ്പോൾ പകുതി ജയൻറ്റും പകുതി ദൈവവുമാണ്. അപ്പോൾ ഏട്രിയസിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുമ്പോൾ ലോക്കി എന്നാണ്, നമ്മുടെ മാർവലിലെ ലോക്കി. അപ്പോൾ ലോക്കി എന്ന പേരുള്ള ഏട്രിയസിന് തൻ്റെ പൈതൃകത്തെക്കുറിച്ച് അറിയാനായിട്ട് യാത്ര ചെയ്യണമെന്ന് ക്രേറ്റോസിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ക്രേറ്റോസ് ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നില്ല, പകരം തൻ്റെ മകനെ വിശ്വസിക്കുന്നു. അതായത് തനിക്കുണ്ടായ അബദ്ധങ്ങൾ ഇനിയും തൻ്റെ മകനൊന്നും ചെയ്യത്തില്ല എന്നുള്ള വിശ്വാസം തൻ്റെ മകന് കൊടുക്കുന്നുണ്ട്. സ്നേഹത്തോടുകൂടി ക്രേറ്റോസ് തൻ്റെ മകനോട് പറയുന്നുണ്ട്, നീ ചെല്ല്, നീ പോയി നിൻ്റെ കാര്യങ്ങൾ ചെയ്യ്, ഞാൻ വിശ്വാസത്തോടെ ഒരു വെളിപ്പാടകല നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ടാവും എന്ന് ക്രേറ്റോസ് പറഞ്ഞ് തൻ്റെ മകനെ വിടുകയാണ്. ഇവിടെയെല്ലാം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റാണ് കാണുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും ഇമോഷണലായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ നോർസ് ദൈവങ്ങൾക്കിടയിലുള്ള പ്രോഫസികൾ, അതായത് പ്രവചനങ്ങളും വെളിപാടുകളുമെല്ലാം ഇവരൊരു എന്താ പറയുക, ഈ ചുമർചിത്രങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്. ആ ചുമർചിത്രങ്ങളിലെല്ലാം ക്രേറ്റോസ് നോക്കിക്കൊണ്ട് നടന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം ക്രേറ്റോസിന് കാണാൻ കഴിഞ്ഞു. ക്രേറ്റോസും മകനും കൂടെ ചെയ്ത കാര്യങ്ങളെല്ലാം ക്രേറ്റോസിന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ കണ്ടു വന്ന് ഒരു കല്ലിന് മുമ്പിൽ എത്തിയപ്പോഴത്തേക്കും ക്രേറ്റോസ് അങ്ങ് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. ക്രേറ്റോസിൻ്റെ എന്താണെന്നറിയോ? ക്രേറ്റോസ് ഒരു ദൈവത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി ക്രേറ്റോസിനെ തൊഴുകുന്നൊരു കാഴ്ച. അത് കണ്ട് ക്രേറ്റോസിന് കരച്ചിൽ വന്ന് ക്രേറ്റോസ് ഇരിക്കുന്നുണ്ട്. കാരണം അത്രയും കാലവും ക്രേറ്റോസ് ആഗ്രഹിച്ച ആ റിഡംഷൻ ക്രേറ്റോസിന് കിട്ടി എന്നുറപ്പായി ക്രേറ്റോസിന്. കാരണം ഇപ്പോൾ പഴയ പാപഭാരങ്ങൾ ക്രേറ്റോസിനില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രേറ്റോസ് ചെയ്തു കഴിഞ്ഞു. പണ്ടത്തെ സാഡിസ്റ്റ് ആയിട്ടുള്ള ക്രേറ്റോസ് ഇപ്രാവശ്യം ബിഹേവ് ചെയ്തത് സ്വന്തം മകൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ചുറ്റിനുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ക്രേറ്റോസ് ബിഹേവ് ചെയ്തത്. അങ്ങനെ ഒടുവിൽ ഫ്രയ, അതായത് ഓഡിൻ്റെ വൈഫും അതുപോലെ ഇപ്പോൾ ദൈവങ്ങളുടെ ഈ നോർസ് ഏരിയയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഫ്രയ ക്രേറ്റോസിന് ഒരു അധികാരം വെച്ച് ഓഫർ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? നോർസ് മിത്തോളജിയിലെ ഗോഡ് ഓഫ് വാർ ആവാനായിട്ട്. അപ്പോൾ ആ അർഹത തെളിയിക്കാനായിട്ട്, തനിക്ക് ആ അർഹതയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് ക്രേറ്റോസ് ഒരു കൂട്ടം ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ഈ ടാസ്കുകൾക്കിടയിൽ ക്രേറ്റോസിൻ്റെ പഴയ സെൽഫിനെ കാണും. അതായത് ക്രേറ്റോസ് ചെറുപ്പക്കാലത്ത് ഗോഡ് ഓഫ് വാർ ആയിരുന്നല്ലോ, ആ ഗോഡ് ഓഫ് വാർ ആയിരുന്ന ചെറുപ്പക്കാരനായ ക്രേറ്റോസിനെ കാണും. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലെ ദുഃഖത്തെ റിസോൾവ് ചെയ്യുന്നതിന് പകരമായിട്ട് നീ അതെല്ലാം ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് എല്ലാം ചെയ്തു കൂട്ടി, അതിനെല്ലാം അനുഭവിക്കുന്നത് ഞാനാണ്, എൻ്റെ ശത്രു ഞാൻ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, അതുകൊണ്ട് തന്നെ നിന്നെ എനിക്കിനി വേണ്ടാന്ന് പറയുമ്പോൾ ആ ക്രേറ്റോസ് അവിടെ നിന്ന് അപ്രത്യക്ഷവും ക്രേറ്റോസ് ഗോഡ് ഓഫ് വാറിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയും ചെയ്യും. ഇതാണ് ക്രേറ്റോസിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് പോണത് തന്നെ. അതായത് ഒരുപക്ഷെ ഫിക്ഷണൽ ലോകത്തിൽ, പ്രത്യേകിച്ച് ഗെയിമുകളുടെ ലോകത്തിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ളതില്ല. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്താകാൻ പാടില്ല എന്നും കാണിക്കുന്നുണ്ട്, എന്താകാൻ കഴിയുമെന്നും കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പല ദുഃഖങ്ങളുണ്ടായേക്കാം. ക്രേറ്റോസ് എന്ന് പറയുമ്പോൾ ആദ്യം തനിക്കുണ്ടായ ദുഃഖം, ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എടുത്ത മാർഗം ക്രൂരതയാണ്. ആ ക്രൂരതയുടെ പുറത്ത് അയാൾ ചെയ്തു കൂട്ടിയ എന്തെല്ലാമാണ്? ദേഷ്യമാണ്. ആ ദേഷ്യത്തിനും ക്രൂരതയുടെയും പുറത്ത് അയാൾ ചെയ്തു കൂട്ടിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല.
പക്ഷെ അത് വീണ്ടും വീണ്ടും അയാൾക്ക് കുറ്റബോധമാവുകയേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ സമയത്ത് അയാൾ ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ കുറ്റബോധത്തെ അംഗീകരിക്കുക. ഓക്കെ, ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് ജീവിത അവസാനം വരെ എനിക്ക് ഇങ്ങനെ ആവണമെന്നില്ല, ഐ ഹാവ് എ ചോയ്സ് ടു ബി ബെറ്റർ. ഈ നിമിഷം വരെ ഞാനൊരു പക്ഷേ വെറും വൃത്തിയിട്ടവനായിരിക്കാം, എന്നാൽ അടുത്ത നിമിഷം തൊട്ട് എനിക്ക് നന്നാവാനൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വേണ്ടത്? ഉണ്ടായ കാര്യങ്ങളെല്ലാം മറ്റാരുടെയും പ്രശ്നമല്ല, അതെല്ലാം എൻ്റെ പ്രശ്നമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ തെറ്റ് ചെയ്തത് ഞാനാണ് എന്നൊരു അക്സെപ്റ്റൻസ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ശരി ചെയ്യാനുള്ള ശക്തിയും നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം തെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ ശരി ചെയ്യാൻ എന്താ പാട്? തെറ്റൊറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ശരിയും ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റും. എന്നാൽ ശരികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു കൂട്ടം ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളെ തന്നെ ബെറ്റർ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പല പല ശക്തികളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനെത്തും. ഇതുതന്നെയാണ് ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിംഗ് ഫ്രാഞ്ചൈസിലെ ക്രേറ്റോസ് എന്ന ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദുഃഖങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്കൊരു ചോയ്സ് ഉണ്ട്, നമുക്കത് എങ്ങനെ ആ ദുഃഖത്തിനോട് നമുക്ക് റിയാക്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല ആളുകളും നമ്മളെ വിഷമിപ്പിച്ചേക്കാം. രണ്ട് ചോയ്സ് ഉണ്ട്. ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വെട്ടുകിടക്കുക, ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് അതിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതായത് അത് മറക്കാനായിട്ട് ഓരോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ഓരോ ദുശീലങ്ങളുണ്ടാവും. എന്നാൽ അപ്പോഴെല്ലാം താൽക്കാലിക ഒരു സുഖം മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ദുശീലങ്ങൾ വീണ്ടും കുറ്റബോധമായി മാറുകയാണ്. എന്നാൽ ആ സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഉണ്ടായ തെറ്റുകളെല്ലാം എൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, പക്ഷേ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇനി ആ തെറ്റുകളൊന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല. ഈ നിമിഷം മുതൽ ഞാൻ എന്നെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏതെല്ലാം മേഖലകളിൽ എന്നെ ബെറ്റർ ആക്കണം, ആ സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഏതൊരു കാര്യത്തിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റ് ഫസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ഏത് ഒരു മോട്ടിവേഷണൽ സ്റ്റോറി എടുത്ത് നോക്കിക്കൊള്ളൂ, അവിടെയെല്ലാം പ്രധാന കഥാപാത്രം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ ശരികളുണ്ടാകുന്നത്. ഞാനും എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കുറേ കാലം ഞാനും ഇങ്ങനെ ആളുകളെ കുറ്റപ്പെടുത്തി വിഷമിച്ച് എൻ്റെ സമയവും എൻ്റെ ഊർജ്ജവും കളഞ്ഞ് ഞാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയാണ്, ഒരു പട്ടിയും നമ്മളെ മനസ്സിലാക്കാൻ വരത്തില്ല. അപൂർവം കുറച്ച് പേര് നമ്മളെ മനസ്സിലാക്കുമായിരിക്കും. നമ്മൾ അതിൻ്റെ പിന്നാലെ ഉത്തരങ്ങൾക്ക് തേടി പോകുന്നതിന് പകരം അക്സെപ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് അവരെന്നെ ഉപദ്രവിച്ചു, എന്തുകൊണ്ട് അവരെന്നെ വിഷമിച്ചു, ഞാനതിനെ അനുവദിച്ചതുകൊണ്ട് ഇനി അത് ഞാൻ ചെയ്യത്തില്ല. എനിക്ക് അവരോടൊരു ദേഷ്യവും ഇല്ല, മറിച്ച് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇവരെന്നോട് ചെയ്തതിനുള്ള വിഷമമെല്ലാം എനിക്ക് മുകളിലൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയുടെ കയ്യിലേക്ക് ഞാനങ്ങ് കൊടുക്കുന്നു. ഇനി ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എനിക്കെന്നെ ബെറ്ററാക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ തന്നെ പെട്ട് കിടക്കണോ, അതോ അവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണോ? രണ്ട് ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ്. ക്രേറ്റോസ് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ എന്തായി? ഗോഡ് ഓഫ് വാർ മാത്രമല്ല, ഗോഡ് ഓഫ് ഹോപ്പുമായി മാറി, ഗോഡ് ഓഫ് ഗുഡ് ടൈംസുമായി മാറി, അല്ലേ? കുറച്ചുകൂടെ ബഹുമാനം കിട്ടുന്നൊരു സ്ഥലത്തേക്ക് പോയി. അതിനയാൾ ആദ്യം ചെയ്തെന്താണ്? തെറ്റുകളെ അംഗീകരിച്ച് സ്വയം നന്നാവാൻ ശ്രമിച്ചു. ഇത് തന്നെയാണ് ക്രേറ്റോസ് എന്ന ക്യാരക്ടർ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അപ്പോൾ ഇതാണ് ക്രേറ്റോസ് എന്ന ഈ ഒരു ക്യാരക്ടർ അനാലിസിസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്കറിയാം, കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 1 മാസത്തോളം കഴിഞ്ഞു അല്ലേ? അപ്പം അതിൻ്റെ കാരണമെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ, ഞാൻ ബുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ഞാനൊരു ബുക്ക് എഴുതുന്ന കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ഭീമസേനൻ്റെ കഥ പറയുന്ന ഭീമായനം എന്നൊരു നോവൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെഴുതി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതി നമ്മുടെ പബ്ലിഷറുടെ കൊടുത്തിട്ടുണ്ട്. പബ്ലിഷർ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടായി പോരുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ഏപ്രിൽ 20 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്ന തീയതി. പക്ഷേ ഏപ്രിൽ 20 എന്ന് പറയുമ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്. മാത്രമല്ല അത് ഓണത്തിനോട് ഒരുപാട് അടുത്ത ടൈമും കൂടെയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും അവിടെ വരാൻ പറ്റിയെന്ന് വരത്തില്ല പബ്ലിഷിങ്ങിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിൽ 20 എന്ന് പറയുന്ന ഡേറ്റ് താൽക്കാലികമായി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. ഓണം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമായിരിക്കും നമ്മുടെ പബ്ലിഷിങ്. ഇത് കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അപ്പം അത്രയും സമയം കൂടെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ബുക്ക്. വ്യാസമഹാഭാരതത്തിലെ ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം റെഫർ ചെയ്ത് യഥാർത്ഥ ഭീമസേനനെ, ആ ഒരു വ്യാസമഹാഭാരതത്തിലെ ഭീമസേനനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന പോലെയാണ് ഞാൻ ആ ഒരു നോവൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് പ്രീ ബുക്ക് ചെയ്യുക. അത് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാർട്ട എന്ന ദേശത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ